കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ തളരുന്ന നേരം കരുത്തേകുവാൻ പാതേയമായി പൊഴിയും ദൈവസ്നേഹത്തിൻ ജീവാമൃതം ആത്മയുഗത്തിൻ കൃപയായൊഴുകും അൾത്താരയിൽ മുറിഞ്ഞു പകരും ആത്മയുഗത്തിൻ കൃപയായൊഴുകും വിശ്വസ്നേഹത്തിൻ ദൈവാമൃതം പോലെന്നെ
உனக்கு போதும் உன் பலவீனத்தில் என் பலன் தருவேன் என்றீர். பலவீன நேரம் என் கிருபை உனக்கு போதும் உன் பலவீனத்தில் என் பலன் தருவேன் என்றீர். நிழல் போல என் வாழ்வில் வருபவரே, விலகாமல் துணை நின்று காப்பவரே. நிழல் போல என் வாழ்வில் வருபவரே, விலகாமல் துணை நின்று காப்பவரே. நீர் போதும் என் வாழ்விலே இயேசையா, நீர் போதும் என் வாழ்விலே. நீர் போதும் என் வாழ்விலே இயேசையா, நீர் போதும் என் வாழ்விலே. தாய் போல தேற்றி தந்தை போல யாற்றி தோள் மீது சுமந்திடும் என்னேசையா. உம்மை போல புரிந்து கொள்ள யாரும் இல்லையே, உம்மை போல அரவணைக்க யாரும் இல்லையே. உம்மை போல புரிந்து கொள்ள யாரும் இல்லையே, உம்மை போல அரவணைக்க யாரும் இல்லையே. நீர் போதும் என் வாழ்விலே இயேசையா, நீர் போதும் என் வாழ்விலே. தாய் போல தேற்றி தந்தை போல யாற்றி தோள் மீது சுமந்திடும் என்னேசையா. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നവരെ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ക്രിസ്തുവിനെ സ്വന്തമാക്കുക, ക്രിസ്തുവിനെ അനുഭവിക്കുക, അല്ലെങ്കിൽ മിശിഹ അനുഭവത്തിലൂടെ കടന്നു പോകുക എന്നുള്ളത് നമ്മുടെയൊക്കെ ഒരു സ്വപ്നമാണ്. പലപ്പോഴും ജീവിതത്തിൻ്റെ നല്ല ഭാഗങ്ങൾക്ക് ശേഷം അവസാന കാലഘട്ടത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുക, എനിക്ക് കുറച്ചുകൂടി പ്രാർത്ഥിക്കാമായിരുന്നു, എനിക്ക് കുറച്ചുകൂടി ഈശോനെ സ്വന്തമാക്കാമായിരുന്നു, കുറച്ചുകൂടി രക്ഷയുടെ അനുഭവത്തിലൂടെ കടന്നു പോകാമായിരുന്നു എന്നൊക്കെ. ഇത് മനുഷ്യൻ്റെ ഒരാഗ്രഹമാണ്. അവൻ്റെ ഉള്ളിൽ എപ്പോഴും ദൈവത്തിങ്കിലേക്ക് ചാഞ്ഞിരിക്കുന്ന ഒരു വശമുണ്ട്. പക്ഷേ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ അതിൻ്റെ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെ മിശിഹ അനുഭവത്തിൽ നിന്ന് പലപ്പോഴും നമ്മളെ മാറ്റി നിർത്തും, അതിന് തടസ്സമായിട്ട് നിൽക്കും. സ്നേഹമുള്ളവരെ, നമ്മൾ ഓർക്കുക, ദൈവം നമ്മുടെ മുമ്പിൽ വെച്ച് നീട്ടുന്ന, പ്രത്യേകിച്ച് ഈ ലോകത്ത് നമ്മളായിരിക്കുമ്പോൾ ക്രിസ്തുവിനെ സ്വന്തമാക്കുവാൻ ദൈവം വെച്ച് നീട്ടുന്ന അവസരങ്ങളെ പ്രയോജനപ്പെടുത്തി ക്രിസ്തുവിനെ ജീവിതത്തിൽ സ്വന്തമാക്കുന്നവനാണ് നിത്യജീവനിലേക്കുള്ള കവാടങ്ങൾ അവൻ്റെ മുമ്പിൽ തുറക്കപ്പെടുക. ഒരിക്കലും ഒരു രാജ്യത്ത് ഒരു രാജശില്പി ഉണ്ടായിരുന്നു. അദ്ദേഹം തൻ്റെ രാജ്യത്തിനു വേണ്ടി നിരവധി മണിസൗധങ്ങൾ പണിതു, നല്ല നല്ല രാജകൊട്ടാരങ്ങൾ പണിതു, നിരവധി ശില്പങ്ങൾ പണിതു. അങ്ങനെ കുറേ നാൾ അദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ട് പോയി. കുറേ വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ഒരിക്കൽ അദ്ദേഹം ഇപ്രകാരം ചിന്തിക്കുകയാണ്, എൻ്റെ ഈ ജീവിതത്തിൽ, എൻ്റെ ആയുസ്സിൽ, എൻ്റെ രാജ്യത്തിന് വേണ്ടി ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്തു. എൻ്റെ രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം ഒത്തിരി മണിസൗധങ്ങൾ പണിതു, നല്ല നല്ല ശില്പങ്ങൾ പണിതു. അങ്ങനെ വളരെയധികം കാര്യങ്ങൾ എനിക്ക് ചെയ്യുവാൻ സാധിച്ചു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടി ഭൗതികമായതൊന്നും സമ്പാദിക്കുവാൻ എനിക്ക് സാധിച്ചില്ല. അതുകൊണ്ട് ഇനി എൻ്റെ രാജ്യത്തിന് വേണ്ടി ഞാനൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ നിരാശനായി, വിഷമിതനായി അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന ആ ശുശ്രൂഷയിൽ നിന്ന് പിൻവാങ്ങുകയാണ്. അങ്ങനെ വീണ്ടും വർഷങ്ങൾ കടന്നുപോയി. ഒരു ദിവസം രാജാവ് ഇദ്ദേഹത്തെ വീണ്ടും വിളിപ്പിക്കുകയാണ്. എന്നിട്ട് രാജാവ് ഈ ശില്പിയോട് പറഞ്ഞു, സ്നേഹിത, കഴിഞ്ഞ കുറേ വർഷങ്ങൾ നീ എൻ്റെ രാജ്യത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തു.
ഇനി അവസാനമായി നീ ഒരു മണിസൗധം കൂടി എനിക്ക് പണിതു തരണം. അദ്ദേഹം ആദ്യം വിസമ്മതിച്ചു. അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ നീണ്ട വർഷക്കാലങ്ങൾ നിനക്ക് വേണ്ടി ഞാൻ വേല ചെയ്തു, പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടി ഞാൻ ഒന്നും സമ്പാദിച്ചില്ല, അതുകൊണ്ട് ഇനി ഞാൻ ഒന്നും ചെയ്യുന്നില്ല. രാജാവ് കുറെ നിർബന്ധിച്ചു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഞാൻ ഒരെണ്ണം പണിയാം. അങ്ങനെ രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം വലിയ താല്പര്യമൊന്നുമില്ലാതെ, വലിയ തീഷ്ണതയൊന്നുമില്ലാതെ അദ്ദേഹം ഒരു കൊട്ടാരം പണിയുകയാണ്. ഒരു കണക്കിന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സർവ്വ കഴിവുകളും ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ആ കൊട്ടാരം ഏറ്റവും മനോഹരമാക്കി തീർക്കാമായിരുന്നു. പക്ഷേ അതിന് അദ്ദേഹം മുതിരുന്നില്ല. നിരാശയിൽ കഴിഞ്ഞിരുന്ന ഈ മനുഷ്യൻ ഒരു തരത്തിൽ രാജാവ് നിർബന്ധിച്ചത് കൊണ്ട് ഒരു കൊട്ടാരം പണി കഴിപ്പിച്ചു. അതിനുശേഷം ഇതിന്റെ പണികൾക്കെല്ലാം ശേഷം അദ്ദേഹം ഈ കൊട്ടാരത്തിന്റെ താക്കോലുമായി രാജാവിനെ സമീപിക്കുകയാണ്. രാജാവിനെ സമീപിച്ച് ഈ താക്കോല് രാജാവിന് കൊടുത്തു. തിരിച്ചു തന്റെ ഭവനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് പുറകിൽ നിന്ന് രാജാവ് ഈ ശില്പിയെ വിളിക്കുകയാ, സ്നേഹിത തിരിച്ചു വരിക. തിരിച്ചു വന്ന ഈ ശില്പിയുടെ കരങ്ങളിലേക്ക് ഈ കൊട്ടാരത്തിന്റെ താക്കോലുകൾ കൊടുത്തിട്ട് രാജാവ് പറയുകയാ, ഇത് നിനക്കുള്ളതാ, ഇത് നീ സ്വന്തമാക്കുക. സ്നേഹമുള്ളവരെ, വലിയ വിഷമത്തോടെ, വലിയ കുറ്റബോധത്തോടെ ഈ ശില്പി രാജാവിന്റെ കരങ്ങളിൽ നിന്ന് ഈ താക്കോലുകൾ വാങ്ങിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു, എൻ്റെ അലസതയൊന്ന് മാറ്റിവെച്ചിരുന്നെങ്കിൽ, എൻ്റെ നിരാശയും കുറ്റബോധവും ഒക്കെ ഒന്ന് മാറ്റിവെച്ചിരുന്നെങ്കിൽ, എൻ്റെ അഹങ്കാരവും അഹന്തയും ഒക്കെ ഒന്ന് മാറ്റിവെച്ചിരുന്നെങ്കിൽ ഈ കൊട്ടാരം കൂടുതൽ മനോഹരമായിട്ട് എനിക്ക് പണിയാമായിരുന്നു. അതെനിക്കുള്ളതാണ് എന്നുള്ള ബോധ്യത്തോടെ ഞാൻ പണിതിരുന്നെങ്കിൽ അത് കൂടുതൽ മനോഹരമാക്കുവാൻ എനിക്ക് സാധിക്കുമായിരുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോകാറുണ്ട്. ഞാൻ കുറച്ചുകൂടി പരിശ്രമിച്ചിരുന്നെങ്കിൽ, കുറച്ചുകൂടി മനസ്സ് വെച്ചിരുന്നെങ്കിൽ എൻ്റെ ഈ ഭൂമിയിലെ ജീവിതം എനിക്ക് മനോഹരമാക്കാമായിരുന്നു. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ എൻ്റെ ഈ ജീവിതത്തെ മനോഹരമായിട്ട് മെനയുവാൻ എനിക്ക് സാധിച്ചാൽ, സ്നേഹമുള്ളവരെ, നമ്മൾ ഓർക്കുക, വചനം പറയുന്നത് പോലെ നമ്മൾ സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടിവെക്കുകയാണ്. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടിവെക്കേണ്ടവരാണ് നമ്മൾ. അതുകൊണ്ട് കിട്ടുന്ന അവസരങ്ങളെ പ്രയോജനപ്പെടുത്തി, ആത്മീയ മേഖലകളിൽ ദൈവം വെച്ച് നീട്ടുന്ന അവസരങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ക്രിസ്തുവിനെ സ്വന്തമാക്കുവാൻ, മിശിഹ അനുഭവത്തിലൂടെ കടന്നു പോകുവാൻ ഈ ലോകത്തിലായിരിക്കുമ്പോഴേ നമുക്ക് സാധിക്കണം. എന്തുകൊണ്ടാണ് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നിരവധി അവസരങ്ങൾ ഉണ്ടായിട്ടും ക്രിസ്തുവിനെ സ്വന്തമാക്കുവാൻ നമുക്ക് സാധിക്കാതെ പോകുക? ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വചനഭാഗത്ത് നമ്മൾ സക്കേവൂസ് എന്ന് പറയുന്ന മനുഷ്യനെ കാണുന്നുണ്ട്. സക്കേവൂസിന്റെ ജീവിതത്തിലൂടെ പ്രിയപ്പെട്ടവരെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ എപ്രകാരമാണ് സക്കേവൂസ് ഒരു മിശിഹ അനുഭവത്തിലേക്ക്, രക്ഷയുടെ അനുഭവത്തിലേക്ക് ഈ ലോക ജീവിതത്തിൽ കടന്നു വന്നത് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കും. വചനം ഇപ്രകാരം പറയുകയാ, ഈശോ ജെറീക്കോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോകുകയായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുമുട്ടുന്നത് കടന്നു പോകുന്ന ക്രിസ്തുവിനെയാണ്. പ്രിയമുള്ള ദൈവജനമേ, നമ്മുടെ ജീവിതത്തിലൂടെ ക്രിസ്തു പലപ്പോഴും കടന്നു പോകുന്നുണ്ട്. അനുദിന വിശുദ്ധ ബലിയിലൂടെ, കൂദാശകളിലൂടെ, നല്ല നല്ല വൈദികരിലൂടെ, സിസ്റ്റേഴ്സിലൂടെ, ധ്യാന ഗുരുക്കന്മാരിലൂടെ ഈശോ നമ്മളിലൂടെ കടന്നു പോകുന്നുണ്ട്. അല്ലെങ്കിൽ സഭയിലെ ആത്മീയ കാര്യങ്ങളിലൂടെ, ശുശ്രൂഷയിലൂടെ, വലിയ നോമ്പിലൂടെ, 25 നോമ്പിലൂടെ, ഉപവാസത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, തിരുനാളുകളിലൂടെ ഒക്കെ ക്രിസ്തു നമ്മളിലൂടെ കടന്നു പോകുന്നുണ്ട്. പലപ്പോഴും ഈ കടന്നു പോകുന്ന ക്രിസ്തുവിനെ സ്വന്തമാക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നതിലാണ് നമ്മുടെ പരാജയം. നമുക്കറിയാം, 3 വർഷക്കാലം ക്രിസ്തുവിന്റെ കൂടെ ഉണ്ടായിരുന്ന യൂദാസിന് ക്രിസ്തുവിനെ തിരിച്ചറിയുവാൻ സാധിച്ചില്ല. ഈ 3 വർഷക്കാലം എത്രയോ നിമിഷങ്ങൾ ക്രിസ്തുവിനെ സ്വന്തമാക്കുവാൻ ക്രിസ്തു അവന്റെ മുമ്പിൽ വെച്ച് നീട്ടി. പക്ഷേ അവന്റെ ജീവിതത്തിലൂടെ കടന്നുപോയ ക്രിസ്തുവിനെ തിരിച്ചറിയുവാൻ, സ്വന്തമാക്കുവാൻ യൂദാസിന് സാധിച്ചില്ല. അതുകൊണ്ട് യൂദാസിന്റെ ജീവിതം ഈ ലോകത്ത് വലിയൊരു പരാജയമായിരുന്നു. എൻ്റെയും നിങ്ങളുടെയും ജീവിതം ഈ ലോകത്ത് പരാജയമായി തീരാതിരിക്കണമെങ്കിൽ, സ്നേഹമുള്ളവരെ, ഈ അനുദിന വിശുദ്ധ ബലിയിലൂടെയും തിരുക്കർമ്മങ്ങളിലൂടെയും നോമ്പിലൂടെയും ഉപവാസത്തിലൂടെയും കൂദാശകളിലൂടെയും ഒക്കെ നമ്മളിലൂടെ, നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ക്രിസ്തുവിനെ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം.
കടന്നു പോകുന്ന ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ് സ്വന്തമാക്കുവാൻ സാധിക്കുന്നവനാണ് രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരാൻ സാധിക്കുക. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ഈ സക്കേവൂസിനെ കുറിച്ച് ലൂക്കാ സുവിശേഷകൻ നൽകുന്ന ചില വിവരണങ്ങൾ. ലൂക്കാ സുവിശേഷകൻ ചില ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് സക്കേവൂസ് എന്ന് പറയുന്ന മനുഷ്യന്റെ ചിത്രം വളരെ മനോഹരമായി നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുന്നുണ്ട്. ലൂക്കാ സുവിശേഷകൻ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നു, പ്രിയമുള്ളവരെ, ഈ സക്കേവൂസ് എന്ന് പറയുന്ന മനുഷ്യൻ ചുങ്കക്കാരിൽ പ്രധാനിയും ധനികനുമായിരുന്നു. ചുങ്കക്കാരിൽ പ്രധാനിയും ധനികനുമായിരുന്നു എന്ന രണ്ട് വാക്കിൽ സക്കേവൂസിന്റെ എല്ലാ സ്വഭാവ വിശേഷണങ്ങളും ലൂക്കാ സുവിശേഷകൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യഹൂദരെ സംബന്ധിച്ചിടത്തോളം അവര് വളരെ പുച്ഛത്തോടെയും വെറുപ്പോടെയും കണ്ടിരുന്ന സമൂഹമാണ് ചുങ്കക്കാര്. സക്കേവൂസിനെ കുറിച്ച് നല്ലൊരു വിവരണമല്ല ഇവിടെ ലൂക്കാ സുവിശേഷകൻ ആദ്യം നമുക്ക് നൽകുക. സ്നേഹമുള്ളവരെ, ഞാൻ എന്ന വ്യക്തിയെക്കുറിച്ച് എൻ്റെ ചുറ്റുപാടുമുള്ളവർ ചില വിവരണങ്ങളൊക്കെ ചിലപ്പോൾ പറയാറുണ്ട്. അച്ഛൻ അങ്ങനെയാ, അച്ഛൻ ഇങ്ങനെയാ, എൻ്റെ ഭർത്താവ് അങ്ങനെയാ, എൻ്റെ ഭാര്യ ഇങ്ങനെയാ, മക്കൾ ഇങ്ങനെയാ, അല്ലെങ്കിൽ സ്നേഹിത നിന്റെ സ്വഭാവം ഇങ്ങനെയൊക്കെയാ എന്ന് പറഞ്ഞ് നമുക്ക് ചില നമ്മുടെ കുറവുകളെയും പോരായ്മകളെയും ചൂണ്ടിക്കാണിക്കുന്ന ഒത്തിരി മനുഷ്യര് നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ നമ്മുടെ കുറവുകളും നമ്മുടെ ഈ പോരായ്മകളും മറ്റുള്ളവർ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ സ്നേഹമുള്ളവരെ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. അപ്പോൾ എന്നെക്കുറിച്ച് മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നതിന് വല്ലപ്പോഴുമൊക്കെ നമ്മൾ ചെവി കൊടുക്കണം. അത് ചെവി കൊടുത്ത് കേട്ടിട്ട് എൻ്റെ ജീവിതത്തെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ സത്യമുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തിരുത്തുവാനും അതിനെയൊക്കെ ഒന്ന് വിലയിരുത്തുവാനും ദൈവത്തിനുമുമ്പാകെ ആയിരുന്നു കൊണ്ട് ആ കുറവുകളെ ഇനി ആവർത്തിക്കില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് കടന്നു വരുവാനും ഒക്കെ നമുക്ക് സാധിക്കണം. ഇതൊക്കെ മിശിഹ അനുഭവത്തിലേക്ക് കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ ചെറിയ ചെറിയ പടികളാണ്. അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെ ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ സാധിക്കുമ്പോഴാണ് വലിയ മിശിഹ അനുഭവത്തിലേക്ക് സക്കേവൂസ് കടന്നു വന്നതുപോലെ കടന്നു വരുവാൻ നമുക്ക് സാധിക്കുക. ഇനി നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. സക്കേവൂസിനെ കുറിച്ച് വീണ്ടും സുവിശേഷകൻ പ്രകാരം പറഞ്ഞു വെക്കുകയാണ്, അവൻ യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ചു. ആഗ്രഹങ്ങളാണല്ലോ നമ്മളെ മുന്നോട്ട് നയിക്കുക. നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് ഒരു പരിധിവരെ ഈ ലോകത്ത് ജീവിക്കുവാൻ നമ്മളെ പ്രാപ്തരാക്കുക. അതുകൊണ്ട് ആഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വേണം. നമ്മുടെ ജീവിതത്തിൽ വേണ്ട ആഗ്രഹം എന്താണ് സ്നേഹമുള്ളവരെ? നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് ഭൗതികതയെക്കുറിച്ചുള്ള ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമല്ല, മറിച്ച് സ്വർഗത്തിൽ ഒരു ഭവനം പണിയുവാനുള്ള ആഗ്രഹമാണ് നമുക്ക് വേണ്ടത്. സ്വർഗത്തിൽ ഭവനം പണിയുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഈശോനെ സ്വന്തമാക്കുവാൻ ഈ ലോകത്തായിരിക്കുമ്പോൾ നമുക്ക് സാധിക്കണം. അപ്പോ സക്കേവൂസിൽ ആദ്യം ഉണ്ടായിരുന്നത് ആഗ്രഹമാണ്. ഈ ആഗ്രഹം യേശുവിനെ കാണണം എന്നുള്ള ആഗ്രഹം. സ്നേഹമുള്ളവരെ, നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട്. യേശുവിനെ കാണുവാൻ ഈ ലോകത്താരെങ്കിലും ആത്മാർത്ഥതയോടെ പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്രിസ്തു അവന്റെ ജീവിതത്തെ സ്പർശിച്ചിരിക്കും. തീർച്ചയായിട്ടും ക്രിസ്തു അവന്റെ ജീവിതത്തിലൂടെ കടന്നുപോയിരിക്കും. അവന് ക്രിസ്തുവിനെ സ്വന്തമാക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ക്രിസ്തു ഈ ലോകത്ത് അവന് വേണ്ടി ക്രമപ്പെടുത്തും. അതാണ് സക്കേവൂസിന്റെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ നമ്മൾ കാണുക. അപ്പോ ആദ്യമേ നമുക്ക് ഈ ലോകത്തായിരിക്കുമ്പോൾ ഒരു ആഗ്രഹം വേണം, എൻ്റെ ക്രിസ്തുവിനെ കാണുവാൻ, എൻ്റെ ക്രിസ്തുവിനെ സ്വന്തമാക്കുവാൻ. അവനെ സ്വന്തമാക്കി വലിയ രക്ഷയുടെ മിശിഹ അനുഭവത്തിലൂടെ മിശിഹ അനുഭവത്തിന്റെ ഒരു ജീവിതത്തിൽ നയിക്കുവാനുള്ള ആഗ്രഹമില്ലാത്തവൻ ഒരിക്കലും അത് പൂർത്തീകരിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നമുക്ക് ആദ്യമേ ആഗ്രഹിക്കാം. സക്കേവൂസിനെ പോലെ ആദ്യമേ നമ്മൾ ആഗ്രഹിക്കണം. എന്താഗ്രഹിക്കണം? എൻ്റെ ക്രിസ്തുവിനെ സ്വന്തമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കണം. ക്രിസ്തുവിനെ സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് അവൻ തിരിച്ചു നോക്കണം. എൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിനെ സ്വന്തമാക്കുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ സുവിശേഷകൻ പറയുകയാണ്, അവന് പൊക്കം കുറവായിരുന്നു, അതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അവനത് സാധ്യമായിരുന്നില്ല. അവൻ എന്ത് സാധ്യമായിരുന്നില്ല? ക്രിസ്തുവിനെ കാണുക എന്നുള്ളത് പൊക്കം കുറവായിരുന്നത് കൊണ്ടും ജനക്കൂട്ടം ചുറ്റുമുണ്ടായിരുന്നത് കൊണ്ടും അവന് സാധ്യമായിരുന്നില്ല. അപ്പോൾ ക്രിസ്തുവിനെ സ്വന്തമാക്കുന്ന എൻ്റെ ജീവിതത്തിൽ തടസ്സമായി നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ചിലപ്പോൾ എൻ്റെ അഹങ്കാരമായിരിക്കാം, എൻ്റെ അഹന്തയായിരിക്കാം, എൻ്റെ ദേഷ്യപ്പെടുന്ന സ്വഭാവമായിരിക്കാം, പണത്തിനോടുള്ള എൻ്റെ അമിതമായ ആഗ്രഹമായിരിക്കാം, ജഡ ആസക്തികളായിരിക്കാം, എന്തുമായിക്കൊള്ളട്ടെ.
ക്രിസ്തുവിനെ സ്വന്തമാക്കുന്നതിന് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ വലിയ വലിയ തടസ്സങ്ങളാണ്. അപ്പോൾ ഈ തടസ്സങ്ങളാകുന്ന കല്ലുകളെ ഉരുട്ടി മാറ്റുവാൻ എപ്പോൾ നമ്മൾ തയ്യാറാകുന്നുവോ അപ്പോൾ മാത്രമേ മിശിഹായ്ക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ കൃപയുടെ നീർച്ചാലുകൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകുകയില്ല എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് ക്രിസ്തുവിനെ സ്വന്തമാക്കുവാൻ ഇന്നെൻ്റെ ജീവിതത്തിൽ തടസ്സമായിട്ട് നിൽക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും പാപങ്ങളും പാപ സാഹചര്യങ്ങളും എന്താണെന്ന് ഒരു ക്രൈസ്തവൻ അല്ലെങ്കിൽ മിശിഹാനെ സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തിരിച്ചറിയണം. അത് തിരിച്ചറിഞ്ഞിട്ട് അതിനെയൊക്കെ ജീവിതത്തിൽ നിന്ന് മാറ്റുവാൻ എപ്പോഴവൻ പരിശ്രമിക്കുന്നുവോ അപ്പോൾ മാത്രമേ ക്രിസ്തുവിന് കടന്നു വരുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സക്കേവൂസ് തിരിച്ചറിഞ്ഞു പൊക്കം കുറവാണ്, അവൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലെ കുറവുകൾ പോരായ്മകൾ അവൻ തിരിച്ചറിയുക. എന്നിട്ട് സ്നേഹമുള്ളവരെ അവൻ അവിടെ എളിമപ്പെടുകയാണ്. ഈ എളിമയുള്ളിടത്താണ് ദൈവം വളർത്തുക. അങ്ങനെയുള്ളവരെയാണ് ദൈവം വളർത്തുക. ഒരു ചെടിയുടെ വേര് എന്തുമാത്രം മണ്ണിലേക്ക് ആഴപ്പെടുന്നുവോ അതനുസരിച്ച് അതിൻ്റെ മുകൾ ഭാഗം ഭംഗിയായിട്ട് വളരും എന്ന് പറഞ്ഞതുപോലെ എന്തുമാത്രം ക്രിസ്തുവിനെ സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എളിമപ്പെടുവാൻ തയ്യാറാകുന്നുവോ അതനുസരിച്ചായിരിക്കും അവൻ്റെ വളർച്ച. അപ്പോൾ സക്കേവൂസ് എളിമപ്പെടുന്നതായിട്ടാണ് പിന്നീട് നമ്മൾ കാണുക. ഒപ്പം സക്കേവൂസിന് ജനക്കൂട്ടം തടസ്സമായിരുന്നു. ഇന്ന് പലപ്പോഴും മിശിഹ അനുഭവത്തിൽ നിന്ന് അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തുന്നത് ഈ ജനക്കൂട്ടമാണ്. എൻ്റെ കൂട്ടുകാര്, എനിക്ക് വേണ്ടപ്പെട്ടവര്, അല്ലെങ്കിൽ എന്നെ വിമർശിക്കുന്നവർ, അവരെയൊക്കെ നമുക്ക് ഭയമാണ്. ഞാൻ ക്രിസ്തുവിനെ സ്വന്തമാക്കിയാൽ അവർ പറയും, കണ്ടില്ലേ ഒരു പ്രാർത്ഥനക്കാരൻ വന്നിരിക്കുന്നു, കണ്ടില്ലേ വലിയൊരു വിശുദ്ധൻ വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു പക്ഷേ ലോകം നമ്മളെ ആക്ഷേപിക്കും, ലോകം നമ്മളെ കുറ്റം വിധിക്കും, ലോകം നമ്മളെ പിന്നോട്ട് വലിച്ചെന്നൊക്കെ വരും. പക്ഷേ അതിലൊന്നും നമ്മൾ വീണു പോകരുത്. നമ്മൾ ഓർക്കുക സക്കേവൂസിന്റെ ഒരു ചങ്കൂറ്റം ഈ ജനക്കൂട്ടം അവന് തടസ്സമായിരുന്നു എന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണ സക്കേവൂസിനുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അവന്റെ ജീവിതത്തിൽ മിശിഹായെ സ്വന്തമാക്കുന്നതിന് തടസ്സമല്ലായിരുന്നു. സ്നേഹമുള്ളവരെ, സക്കേവൂസ് എന്ന് പറയുന്ന ഈ ചുങ്കക്കാരനായ മനുഷ്യൻ അവന്റെ ജീവിതത്തിലെ കുറവുകളെ തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിനെ സ്വന്തമാക്കുന്നതിന് അവന്റെ ജീവിതത്തിൽ തടസ്സമായിട്ട് നിൽക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നോട്ടോടുന്നതാണ് നമ്മൾ കാണുക. നമ്മൾ ഓർക്കുക, പിന്നീട് സക്കേവൂസിന്റെ ജീവിതത്തിൽ ഒരോട്ടമാണ് നടക്കുക, ഒരോട്ട മത്സരമാണ് നടക്കുക. ആത്മീയ ജീവിതത്തിൽ മുന്നേറുവാൻ ഒരു ദൈവ വൈതലിന് സാധിക്കുന്നത് സക്കേവൂസിന്റെ ചങ്കൂറ്റത്തോടെ ഓടുമ്പോഴാണ്. ആത്മീയ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം നേടാൻ വേണ്ടി സ്നേഹമുള്ളവരെ നമ്മൾ ഓടുന്നതിൽ യാതൊരു തെറ്റുമില്ല. അങ്ങനെ നമ്മൾ ഓടുമ്പോൾ പലരും നമ്മുടെ പിന്നിലേക്ക് പോകും. ചിലപ്പം നിന്റെ വികാരി അച്ഛനായിരിക്കാം, ചിലപ്പം നിന്നെ പഠിപ്പിച്ച സിസ്റ്റേഴ്സ് ആയിരിക്കാം, അധ്യാപകരായിരിക്കാം, നിനക്ക് വേണ്ടപ്പെട്ടവരായിരിക്കാം, ഭാര്യ ആയിരിക്കാം, ഭർത്താവായിരിക്കാം, നിങ്ങളുടെ കൂട്ടുകാരായിരിക്കാം, ആയിരുന്നോട്ടെ. ആത്മീയ ജീവിതത്തിന് വേണ്ടി ഓടുമ്പോൾ എല്ലാവരെയും പിന്നിൽ നിർത്തിക്കൊണ്ട് മുന്നോട്ടോടണമെന്നുള്ള ചങ്കൂറ്റത്തോടെ തന്നെ നമ്മൾ ഓടുന്നതിൽ യാതൊരു തെറ്റുമില്ല, യാതൊരു ആക്ഷേപവുമില്ല. അതിനുവേണ്ടി ഓടേണ്ടവരാണ് നമ്മൾ എന്നുള്ള കാര്യം പ്രിയമുള്ളവരെ നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ സക്കേവൂസ് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് ക്രിസ്തുവിനെ സ്വന്തമാക്കുവാൻ വേണ്ടി മുന്നോട്ട് ശക്തിയായിട്ട് ഓടുന്ന സക്കേവൂസിനെ നമ്മൾ കാണുകയാണ്. ഓടിയിട്ട് അവൻ എന്താണ് ചെയ്യുക? ഓടിച്ചെന്നൊരു സിക്കമൂർ മരത്തിൽ കയറിയിരിക്കുകയാണ്. ക്രിസ്തുവിനെ സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുകയും അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങളെ പിന്തള്ളിക്കൊണ്ട് മുന്നേറുവാൻ സക്കേവൂസ് തയ്യാറാകുകയും ചെയ്ത നിമിഷം മുതൽ സക്കേവൂസിന്റെ ചിന്തകൾ മാറി, സക്കേവൂസിന്റെ മനോഭാവങ്ങൾ മാറി. അവൻ ഒരു സിക്കമൂർ മരത്തിലാണ് കയറിയിരിക്കുക എന്ന് പറഞ്ഞാൽ അവൻ ഉയരാൻ തുടങ്ങി എന്നാണ് അതിൻ്റെ അർത്ഥം. അവന്റെ ചിന്തകൾ ഉയരാൻ തുടങ്ങി, അവന്റെ മനോഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടായി, അവൻ വളരാൻ തുടങ്ങി. ക്രിസ്ത്യാനി അല്ലെങ്കിൽ ക്രിസ്തുവിനെ സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നവന്റെ ചിന്തകളിൽ വളർച്ച ഉണ്ടാകണം. അതാണ് സക്കേവൂസിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. മുമ്പേ ഓടി അവനൊരു സിക്കമൂർ മരത്തിൽ കയറിയിരുന്നു. ആ ഒരു ഉയർച്ച, ആ ഒരു വളർച്ച, അവന്റെ ആഗ്രഹം അവന്റെ ഹൃദയത്തിൽ വന്നതേ തുടങ്ങുകയാണ്. സ്നേഹമുള്ളവരെ, എന്ത് വലിയൊരു മാറ്റമാണ് സക്കേവൂസിന്റെ ജീവിതത്തിൽ ഉണ്ടായത്.
അപ്പോൾ നമ്മൾ ഓർക്കുക, ക്രിസ്തുവിനെ സ്വന്തമാക്കി രക്ഷയുടെ അനുഭവത്തിലൂടെ മുന്നേറുവാൻ നമ്മൾ പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും വലിയ മിശിഹ അനുഭവത്തിലൂടെ ക്രിസ്തു നമ്മളെ കൊണ്ടുപോകും. ഇവിടെ ഇനി എന്താണ് സക്കേവൂസിന്റെ ജീവിതത്തിൽ സംഭവിക്കുക? നമ്മൾ ഓർത്ത് നോക്കിക്കേ, ഈശോ അതിലൂടെ കടന്നു പോകുന്ന ഈശോ ഈ സിക്കമൂർ മരത്തിന്റെ ചുവട്ടിൽ വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് മുകളിലേക്ക് നോക്കി ഈശോ പറയുന്നു, സക്കേവൂസ് വേഗം ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് നിന്റെ ഭവനത്തിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. ഈശോയുടെ വാക്കുകളൊക്കെ വളരെ ശക്തമാണ്. അവന്റെ തീഷ്ണത കണ്ട്, അവന്റെ ആഗ്രഹം കണ്ട്, അവനെടുക്കുന്ന ആ താല്പര്യം കണ്ട്, അവന്റെ ആ മാറ്റം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം കണ്ട് ഈശോ വളരെ തീഷ്ണതയോടെ, വളരെ ആഗ്രഹത്തോടെ പറയുക, സക്കേവൂസ് മോനെ വേഗം ഇറങ്ങി വാ, എനിക്ക് ഇന്ന് നിന്റെ ഭവനത്തിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. സക്കേവൂസ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവര് വലിയൊരു റിസ്ക് ജീവിതത്തിൽ എടുക്കുന്നുണ്ട്, വലിയൊരു കഠിനാധ്വാനം അവൻ നടത്തുന്നുണ്ട്. ആത്മീയ ജീവിതത്തിൽ കഠിനാധ്വാനം നടത്തണം, പരിശ്രമിക്കണം, എങ്കിലേ ആത്മീയ ജീവിതത്തിൽ വളരാൻ സാധിക്കുകയുള്ളൂ. ചിലപ്പോൾ അടുത്തടുത്ത് കുമ്പസാരിക്കേണ്ടി വരും, ചിലപ്പോൾ അനുദിന വിശുദ്ധ ബലിയിൽ പങ്കുചേരേണ്ടി വരും, ചിലപ്പോൾ വ്യക്തിപരമായ പ്രാർത്ഥനകൾക്ക് വേണ്ടി സമയം മാറ്റിവെക്കേണ്ടി വരും, വചനം വായിക്കേണ്ടി വരും, പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ ആത്മീയ ജീവിതത്തിൽ എന്തുമാത്രം റിസ്ക് നമ്മൾ എടുക്കുന്നുവോ, എന്തുമാത്രം കഷ്ടപ്പാടുകൾ, സഹനങ്ങൾ നമ്മൾ ഏറ്റെടുക്കുന്നുവോ, അതനുസരിച്ചായിരിക്കും പ്രിയമുള്ളവരെ നമ്മുടെ വളർച്ച എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ യേശുവിന് സക്കേവൂസിനെ ഉപേക്ഷിച്ചു പോകാൻ സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് സക്കേവൂസ് ഒരു കണക്കിന് പറഞ്ഞാൽ യേശുവിനെ കൊണ്ടുവരിക. കാരണം അത്രമാത്രം തീഷ്ണത, അത്രമാത്രം ആഗ്രഹം അവൻ യേശുവിനെ സ്വന്തമാക്കുന്നതിൽ കാണിക്കുകയാണ്. രക്ഷയുടെ അനുഭവം സ്വന്തമാക്കുന്നതിൽ അവൻ കാണിക്കുകയാണ്. അത്രമാത്രം തീഷ്ണതയുണ്ടായിരുന്നു സക്കേവൂസിന്. അപ്പോൾ യേശു അവിടെ വന്ന് നിന്നു, സക്കേവൂസ് വേഗം ഇറങ്ങി വരിക എന്ന് പറഞ്ഞു. സക്കേവൂസ് അനുസരിക്കുന്നു. വീണ്ടും ഓർക്കുക, സക്കേവൂസിന്റെ മറ്റൊരു വളർച്ചയുടെ തലമാണിത്, അനുസരണം. അവൻ ഈശോ പറഞ്ഞത് മുഴുവൻ അനുസരിക്കുകയാണ്. അവൻ തിടുക്കത്തിൽ ഇറങ്ങി വന്നു, സന്തോഷത്തോടെ ഈശോനെ സ്വീകരിച്ചു. അപ്പോൾ ഒരുങ്ങി കാത്തിരിക്കുന്നവന് അവന്റെ ജീവിതത്തിലേക്ക് ക്രിസ്തു കടന്നു വരുമ്പോൾ എന്തൊരു സന്തോഷമാണ്, ഒരു ആത്മീയ നിറവ് അവൻ അനുഭവപ്പെടുക. നമ്മൾ ഓർത്ത് നോക്കിക്കേ, നമുക്ക് വേണ്ടപ്പെട്ട ഒരാള് നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുമെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ വിഭവസമൃദ്ധമായ സദ്യയൊക്കെ ഒരുക്കി കാത്തിരിക്കും. അവർ കടന്നു വരുമ്പോൾ വല്ലാത്ത ഒരു സന്തോഷമാണ്. ഇനി അവിടെ കടന്നു വന്നിട്ട് എന്തെങ്കിലും നമുക്ക് തന്നാലോ, നമുക്ക് നമ്മുടെ സന്തോഷം ഇരട്ടിക്കുകയാണ്. അപ്പോൾ ഈശോ കടന്നു ചെന്നിട്ട് പിന്നെ സക്കേവൂസിന്റെ ജീവിതത്തെ വലിയ അനുഗ്രഹത്തിന്റെ നീർച്ചാലായിട്ട് മാറ്റുകയാണ്. കാരണം എന്താ? അവിടെ വിധേയപ്പെടാൻ സക്കേവൂസ് തയ്യാറായി. സ്നേഹമുള്ള ദൈവജനമേ, നമ്മൾ ഓർക്കുക, ഈ സക്കേവൂസിന്റെ മനോഭാവത്തിലൂടെ കടന്നു പോകുവാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും ഈ ലോകത്ത് നമ്മൾ ആയിരിക്കുമ്പോൾ ക്രിസ്തുവിനെ സ്വന്തമാക്കുവാൻ നമുക്ക് സാധിക്കും എന്നതിൽ യാതൊരു മാറ്റവുമില്ല. ഈശോ അവസാനം എന്താ പറയുക? ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഇവനും അബ്രാഹത്തിന്റെ പുത്രനാണ്. സക്കേവൂസിനെ ഓർത്ത് സ്വർഗം സന്തോഷിക്കുന്നു, ഈശോ സന്തോഷിക്കുന്നു. അവിടെയാണ് യഥാർത്ഥ രക്ഷയുടെ അനുഭവം, യഥാർത്ഥ മിശിഹ അനുഭവം എന്ന് പറഞ്ഞാൽ എന്നെ ഓർത്ത് സ്വർഗം സന്തോഷിക്കുന്ന ഒരു സമയം. ഞാൻ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ എന്നെ ഓർത്ത് സ്വർഗം സന്തോഷിക്കുന്നുണ്ടോ? ഞാൻ എന്ന വ്യക്തിയെ ഓർത്ത് സ്വർഗം, എൻ്റെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം അടങ്ങുന്ന സ്വർഗീയ കൂട്ടായ്മ സന്തോഷിക്കുന്നുണ്ടോ? നമ്മൾ ചിന്തിച്ചു നോക്കിക്കേ. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, ഈ ക്രിസ്തുവിനെ സ്വന്തമാക്കുവാൻ, രക്ഷയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുവാൻ പ്രിയപ്പെട്ട ദൈവജനമേ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സക്കേവൂസിന്റെ ജീവിതത്തിലുണ്ടായ ഈ അനുഭവങ്ങളിലൂടെ കടന്നു പോകുവാൻ നമുക്കും സാധിക്കണം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ദാഹിക്കാം, നമുക്ക് ആഗ്രഹിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ദൈവം നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങേ ഞങ്ങളുടെ ജീവിതത്തെ അങ്ങേ കരങ്ങളിലേക്ക് ഇതാ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുറവുകളും പോരായ്മകളും ബലഹീനതകളും ഉണ്ട്. അതിൻ്റെയൊക്കെ നടുവിൽ നിന്നെ സ്വന്തമാക്കുവാൻ ഞങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നു. രക്ഷയുടെ അനുഭവം സ്വന്തമാക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സക്കേവൂസിന്റെ ജീവിതത്തിലേക്ക് നീ കടന്നു ചെന്നതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് രക്ഷയുടെ അനുഭവത്തിലൂടെ ഞങ്ങളെ നയിക്കണമേ. ആമേൻ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. വിശ്വസ്നേഹത്തിൻ്റെ അമൃതം